വെക്കേഷനിൽ ആരും പഠിക്കാൻ പാടില്ല. വെക്കേഷൻ നിങ്ങൾക്ക് കളിക്കാനുള്ളതാണ്. ഇങ്ങനെ ഒരുപാട് നിങ്ങൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. മക്കളെ, ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞാണ്, അവർ പറയുന്നതൊക്കെ ശരി തന്നെയാണ്. വെക്കേഷൻ കളിക്കാനുള്ളത് തന്നെയാണ്. എന്നാൽ വെക്കേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കുമോ? അല്ലെങ്കിൽ വെക്കേഷൻ കഴിഞ്ഞിട്ട് നല്ല ഉഷാറായിട്ട് പഠിക്കും? അങ്ങനെയാണ് നിങ്ങൾ. ഞാൻ പറഞ്ഞത് ഒരു 95% കുട്ടികളും എക്സാമിൻ്റെ തലേന്ന് പഠിക്കുന്ന, നിങ്ങളെ കുറ്റം പറയുന്നതല്ല, ഞാനടക്കം അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ മക്കളെ, ഇപ്പോൾ മത്സരം കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ നമ്മൾ ഒരു മാർക്കിന് പോലും പിന്നിലായി കഴിഞ്ഞാൽ എത്രയോ റാങ്കിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഒരു കോഴിക്കോട് ജില്ലയിലെ ഒരു കുഴപ്പമില്ലാത്തൊരു കോളേജ്, അല്ലെങ്കിൽ നല്ല അടിപൊളി കോളേജ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, ഫറൂഖ് കോളേജ്, ദേവഗിരി കോളേജ്, അങ്ങനത്തെ കോളേജൊക്കെ. അപ്പോൾ ഇവിടെ സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ഒന്ന് അവരുടെ ആൾക്കാരോട് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ അവിടുത്തെ കുട്ടികളോട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി, എത്ര പെർസെൻറ്റേജ് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്കൊക്കെ അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവർ ഓരോരുത്തരും പറയും 97%, 98, പോട്ടെ 95ൻ്റെ കുറഞ്ഞൊരു വളരെ കുറവായിരിക്കും. മേ ബി സ്പോർട്സ് കോട്ടയിലോ അങ്ങനെ എന്തെങ്കിലും റിസർവേഷൻ കാറ്റഗറിയിൽ കയറിയവർ ഒഴിച്ച് ബാക്കി എല്ലാവരും ഇത്ര മാർക്ക് വരുന്നതാണ്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി, 1-2 മാർക്ക് കുറയുമ്പോൾ തന്നെ കേരളത്തിൽ എത്രയോ പേർ നിങ്ങളെക്കാണ് ഒരു മാർക്കെങ്കിലും മുന്നിലുള്ള ഇഷ്ടം പോലെ കുട്ടികളുണ്ടാവും. ആകെ 60 സീറ്റോ അല്ലെങ്കിൽ 2 ബാച്ച് ഉണ്ടെങ്കിൽ ഒരു 100 സീറ്റോ നിങ്ങൾ ഉദ്ദേശിച്ച കോഴ്സിൽ ഉണ്ടാവുള്ളൂ. എന്നാൽ കേരളത്തിൽ മക്കൾ ഇതേ കോളേജ് ഉറ്റുനോക്കുന്ന, ഇതേ കോഴ്സ് ഉറ്റുനോക്കുന്ന എത്രയോ പേർ ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റ് കഴിഞ്ഞു വരാണ്. ഇനി നിങ്ങൾ പറയാം വെക്കേഷനിൽ പഠിക്കേണ്ട, എക്സാമിൻ്റെ തലേന്ന് മാത്രം പഠിച്ചാൽ മതി എന്നാണെങ്കിൽ മക്കളെ, ഞാൻ വീണ്ടും പറയുന്നത്, വെക്കേഷനിൽ നിങ്ങൾ 24 ഹവർ നിങ്ങൾ എന്ത് ചെയ്യണ്ട, പഠിക്കണ്ട. 24 ഹവർ നിങ്ങൾ പഠിക്കാൻ പറയുന്നില്ല. പോട്ടെ, ഒരു 3 ഹവർ നിങ്ങളോട് പഠിക്കാൻ പറയുന്നില്ല. നിങ്ങളോട് ഞാൻ പറയുന്നത്, വെക്കേഷനിൽ നിങ്ങൾ ഒരു 1.5 മണിക്കൂർ നിങ്ങൾ പഠിക്കാൻ പറ്റും മക്കളെ. വെറും 1.5 മണിക്കൂറേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പോട്ടെ, ഇതും ഞാൻ പറയുന്നില്ല, ഒരു 1 അവർ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റൂടാ. 1 അവർ നിങ്ങൾ അതേമാണ് മനസ്സിലാക്കേണ്ടത്. 1 അവർ, ബാക്കി 23 അവർ അല്ലെങ്കിൽ 23 അവറും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള വേറെ എന്ത് കലാപരിപാടികളിലേക്ക് പോയിക്കോ. മക്കളെ, ഞാൻ പറയുന്ന ഈ 1 മണിക്കൂർ നിങ്ങൾ ഇപ്പോൾ കേട്ടോ. ഞാൻ വീണ്ടും പറയാണ്, ഓണം എക്സാം ആയിട്ടില്ല, ക്രിസ്മസ് എക്സാം ആയിട്ടില്ല, മെയിൻ എക്സാം ആയിട്ടില്ല. സാറ് എന്തിനാണ് ഇത്രത്തോളം ഇപ്പം തന്നെ കർശനമായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മക്കളെ, എക്സാം കഴിഞ്ഞ് +2 റിസൾട്ട് കാത്തിരിക്കുന്ന പല കുട്ടികളുടെയും നെഞ്ചടിപ്പ് നമ്മൾ നന്നായിട്ട് അറിഞ്ഞുകൊണ്ടാണ്. +2 എക്സാമിൻ്റെ അവരെഴുതി ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ട് വന്നു. അപ്പോഴും പല കുട്ടികളും പറയാം, സാർ ഒരു മാറ്റവുമില്ല, മാർക്കിൽ ഒരു മാറ്റവുമില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജ്. ചില മെസ്സേജുകൾ നമ്മൾ നോക്കിയിട്ട് റിപ്ലൈ കൊടുക്കാതിരുന്നിട്ടുണ്ടോ? കാരണം എന്താണ് നമ്മൾ റിപ്ലൈ കൊടുക്കുക? ചില മെസ്സേജുകളൊക്കെ നമുക്ക് പാവം സഹതാപം തോന്നി എന്താണ് അതിന് റിപ്ലൈ കൊടുക്കുക എന്നുള്ളത് നമുക്കറിയാത്ത നിശ്ചലമായി പോയ മെസ്സേജുകളുടെ മക്കളെ, നിങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങൾ ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങണ്ട, മറ്റുള്ളവർ പറയുന്നത് കേൾക്കണ്ട. നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങിയാൽ ആർക്കുമല്ല ഉപകാരം, നിങ്ങളും നിങ്ങളുടെ ഫാമിലിക്ക് തന്നെയാണ് ഉപകാരം, മറ്റൊരാൾക്കുമല്ല. ഞാൻ വീണ്ടും എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് പറയാണ്, ആരെങ്കിലും പറയുന്നത് കേട്ട് വെക്കേഷൻ കളിക്കാനുള്ളതാണ്, വെക്കേഷൻ അങ്ങനെയുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറിയിട്ട് അവസാനം എക്സാമിൻ്റെ തൊട്ട് തലേന്ന് നിങ്ങൾ ഹിസ്റ്ററി വരുമ്പോൾ, പൊളിറ്റിക്സ് വരുമ്പോൾ, സോഷ്യോളജി വരുമ്പോൾ, എക്കണോമിക്സ് വരുമ്പോൾ തൊട്ട് തലേന്നാണ് പഠിക്കാൻ നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ ശുദ്ധ മണ്ടത്തരാണ്. ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിക്കോളൂ മക്കളെ. ഇനി നിങ്ങളെ പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ട്. അതിനാണ് നമ്മുടെ സൂപ്പർ ബാച്ച് എന്ന് പറയുന്നത്. ഓൾറെഡി നിങ്ങൾക്ക് +1ൻ്റെ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. പ്ലസ് സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഇംഗ്ലീഷിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സ് 999 രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ ഒരിക്കലും നിങ്ങൾക്ക് അതും കംപ്ലീറ്റ് എന്തായിരിക്കും, ഫ്രീ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ പോയി കഴിഞ്ഞാൽ ഒരു ലിങ്ക് കാണാൻ പറ്റും. ആ ലിങ്കിൽ ഇപ്പം തന്നെ ക്ലിക്ക് ചെയ്യുക മക്കളെ. നിങ്ങളെ നമ്മൾ കൈവിടില്ല, നിങ്ങളെ നമ്മൾ വെറുതെ വിടില്ല. നിങ്ങളെ നമ്മൾ ഷെഡ്യൂൾ തന്നിട്ട്, ഇപ്പം നിങ്ങളുടെ പ്രയാസം എന്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആരും ഒന്നും നിങ്ങളെ പിന്നാലെ കൂടി പറഞ്ഞു തരാൻ ഒരാളില്ലാത്തതുകൊണ്ടല്ലേ, ആരും ഇതേപോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു തരാൻ ഉണ്ടായിരുന്നെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് മക്കളെ നമ്മൾ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്തോ. ഇതൊരിക്കലും പരസ്യമായിട്ട് കാണണ്ട. ഇനി നിങ്ങൾക്ക് അങ്ങനെ അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലെ കേട്ടിട്ട് ഇതിലെ വിട്ടോ, ഈ വീഡിയോ സ്കിപ്പ് ചെയ്തോ. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ മക്കളെ, ഇനിയിപ്പോൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങളോട് ഞാൻ മനസ്സിൽ തട്ടിക്കൊണ്ട് പറയട്ടെ, ഒരൊറ്റ കാര്യം പറയട്ടെ, വെക്കേഷനിൽ പഠിക്കരുത്, വെക്കേഷനിൽ പഠിക്കാതിരുന്നൊക്കെ പറയുന്നവരോട് നിങ്ങൾ ഒരു ചിരി കൊടുത്തു നോക്കും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. ഒരു 1 അവറെങ്കിലും നിങ്ങൾ പഠിച്ചു തുടങ്ങുക. നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് മെല്ലെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കോളൂ. ഒരു പേടിയും പേടിക്കേണ്ട. +1 എന്തായിക്കോട്ടെ, ഏതോ ആയിക്കോട്ടെ, അത് കഴിഞ്ഞു. അതിനെപ്പറ്റി ചിന്തിക്കാനുള്ള ഇമ്പ്രൂവ്മെൻറ്റ് കോഴ്സ് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അപ്പോൾ കമൻറ്റ് ബോക്സിൽ കയറുക, ഇപ്പം തന്നെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക. താങ്ക് യു.